തലമുറയില്ലാത്തവനെ നോക്കിയിട്ട് നീ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് പറയാമെങ്കിൽ, പാപത്തിൽ ജീവിക്കുന്ന ഒരുവൻ യേശുവിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ അവനെ നോക്കി ഞാൻ നീതിമാനാണെന്ന് പറഞ്ഞാൽ ആ വചനത്തിലൂടെ പരിശുദ്ധാത്മാവൻ അവനെ നീതിമാനാക്കാം. തലമുറയില്ലാത്ത ഒരാൾ, തലമുറകളെ കൊടുക്കാൻ ഭാര്യയ്ക്കോ ഭർത്താവിനോ ശരീരത്തിൽ കഴിയാത്ത മനുഷ്യൻ വാഗ്ദത്തത്തിൻ പ്രകാരം ആ വാഗ്ദത്തത്തെ വിശ്വസിച്ചപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയുള്ള തലമുറകൾക്ക് പിതാവായി മാറിയെങ്കിൽ, സത്യത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. അബ്രഹാമിന്റെ ജഡത്തിന് തലമുറകളെ ഉരുവാക്കാൻ പറ്റാത്തതുപോലെ എൻ്റെ ജഡത്തിന് ഒരു നീതിയും ചെയ്യാൻ കഴിയില്ല. എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. പക്ഷെ എന്നോട് ദൈവം പറയുകയാണ്, എൻ്റെ പുത്രനിൽ നീ വിശ്വസിച്ച മാത്രയിൽ നിന്നെ ഞാൻ നീതിമാനാക്കി മാറ്റിയിരിക്കുകയാണ്. ആ സത്യത്തെ ഞാൻ കേൾക്കുകയും ആ സത്യം അബ്രഹാമിനെ പോലെ ഏറ്റുപറഞ്ഞ് സ്തോത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ശക്തിപ്പെടും. ഏതിലുള്ള വിശ്വാസം? ദൈവനീതിയിലുള്ള വിശ്വാസം. ശക്തിപ്പെട്ട് ഒരവസ്ഥയിൽ എനിക്ക് എന്ത് സംഭവിക്കും? സത്യത്തിൽ ഞാൻ പൂർണ്ണമായി ഉറയ്ക്കും.